ആരാത്? അയാളുടെ പരുക്കം ശബ്ദം അവിടെ മുഴങ്ങി. അടുത്ത നിമിഷം അയാൾ നിദ്രയ്ക്ക് നേരെ ഓടി വന്നു. ഭയന്ന നിദ്ര തിരിഞ്ഞോടി. ഇടനാഴിയിലൂടെ അവൾ കഴിയുന്നത്ര വേഗത്തിൽ ഓടിയെങ്കിലും ഗർഭിണിയായതിനാൽ ശരീരം അവളെ വഞ്ചിച്ചു. പിന്നിൽ നിന്ന് ആ മനുഷ്യൻ്റെ കാലൊച്ച കൂടുതൽ അടുത്ത് വരികയായിരുന്നു. നിൽക്ക്! ആ ശബ്ദം കേട്ടതും നിദ്രയുടെ ഹൃദയം ഭയത്തോടെ വിറച്ചു. അയാൾ തൊട്ടു മുന്നിൽ വന്നു നിന്നതും നിദ്ര ഭയത്താൽ പിന്നിലോട്ട് ചുവടുകൾ വെച്ചു. അയാൾ നിദ്രയ്ക്ക് നേരെയും. ആ നിമിഷം സമയം പോലും നിശ്ചലമായതുപോലെ തോന്നി. നിദ്രയുടെ തൊണ്ട വരണ്ടുപോയി. ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. ഭയത്താൽ അവളുടെ നെഞ്ചിടിപ്പ് കുത്തനെ ഉയർന്നു. അവൾ ചുറ്റും നോക്കി. രക്ഷപ്പെടാൻ ഒരു വഴിയെങ്കിലും കിട്ടുമോ എന്ന പ്രതീക്ഷ മാത്രം. പക്ഷേ പിന്നിൽ ഉയർന്ന ചുമർ, മുന്നിൽ ആ മനുഷ്യൻ. ഒടുവിൽ അവൾ ചുമരിൽ തട്ടി നിന്നതും അയാളുടെ കൈ അവളുടെ കഴുത്തിൽ മുറുകി. ശ്വാസം മുട്ടുന്ന വേദനയിൽ നിദ്ര പിടഞ്ഞു. ഇനി നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല, അയാൾ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അതും പറഞ്ഞ അയാൾ തൻ്റെ മുട്ടുകാല ഉയർത്തി അവളുടെ വയറിലേക്ക് ആഞ്ഞു തൊഴിക്കാൻ ഒരുങ്ങി. അപ്പോഴാണ് നിദ്രയുടെ വയറ്റിനുള്ളിലെ കുഞ്ഞ് അസാധാരണമായ ശക്തിയിൽ ചലിക്കാൻ തുടങ്ങിയത്. ആ ചലനത്തോടൊപ്പം അവളുടെ ഉദരത്തിൽ നിന്ന് സ്വർണ്ണവർണ്ണം കലർന്ന വെളുത്ത പ്രകാശം പതിയെ പുറത്തേക്ക് ഒഴുകി വന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അത് മിന്നൽ പോലെ തിളങ്ങി. മുറിയാകെ വെളിച്ചം നിറഞ്ഞു. ആ പ്രകാശം അയാളുടെ ശരീരത്തിൽ സ്പർശിച്ചതും ഭയാനകമായ നിലവിളിയോടെ അയാൾ വായുവിലൂടെ തെറിച്ചുപോയി. നിരവധി അടി അകലെ ചെന്ന് ചുവരിൽ ശക്തമായി ഇടിച്ച് നിലത്തേക്ക് വീണു. അയാളുടെ മുഖത്ത് ഭയവും അവിശ്വാസവും ഒരുപോലെ നിറഞ്ഞിരുന്നു. ഇതെങ്ങനെ? വിറയുന്ന ശബ്ദത്തിൽ അയാൾ മന്ത്രിച്ചു. നിദ്രയും ആകെ നടുങ്ങിപ്പോയിരുന്നു. സ്വന്തം വയറിലേക്ക് അവൾ വിസ്മയത്തോടെ നോക്കി. ഒരു നിമിഷം മുൻപ് മിന്നിമറഞ്ഞ ആ പ്രകാശം അപ്രതീക്ഷമായിരുന്നു. എന്നാൽ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് അവൾക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു. നിദ്രയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അല്പസമയം മുൻപ് എന്താണ് സംഭവിച്ചെന്ന് ഓർക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അതേസമയം നിലത്ത് വീണ് കിടന്ന ആ മനുഷ്യൻ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ കോപത്തേക്കാളേറെ ഭയമായിരുന്നു. നിത്തു, നിത്തു! പുറത്തുനിന്ന് ഷോണിൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ടതും ആ മനുഷ്യൻ പരിഭ്രാന്തനായി ചുറ്റും നോക്കി. പല്ല് കടിച്ചുകൊണ്ട് അയാൾ രക്ഷപ്പെടാനുള്ള വഴി തേടി. അടുത്ത നിമിഷം ജനലിനരികിലേക്ക് ഓടിയെത്തിയ അയാൾ പുറത്തേക്ക് ചാടാനൊരുങ്ങി. അതേസമയം തന്നെയാണ് ഡോർ തുറന്ന് ഷോൺ അകത്ത് വരുന്നത്. അയാൾ ജനൽ വഴി പുറത്തേക്ക് ചാടാനൊരുങ്ങിയ നിമിഷം ഷോണിന് അവൻ്റെ ടീഷർട്ടിൻ്റെ പിന്നിൽ പിടികിട്ടിയിരുന്നു. അവൻ്റെ പിൻകഴുത്തിലെ ടാറ്റു ഷോൺ വ്യക്തമായി കണ്ടു. അടുത്ത നിമിഷം എന്തോ ശബ്ദം കേട്ട് ഷോൺ തിരിഞ്ഞു നോക്കി. ഷോൺ തിരിഞ്ഞു നോക്കിയ നിമിഷം അവൻ്റെ ഹൃദയം ഒന്ന് നിലച്ചു പോകുമെന്ന് പോലെ തോന്നി. തറയിൽ ബോധരഹിതയായി കിടക്കുന്ന നിദ്ര. നിത്തു! അവൻ്റെ ശബ്ദം ആ മുറിയാകെ മുഴങ്ങി. ഒരു നിമിഷത്തെ അശ്രദ്ധ മുതലെടുത്ത് ആ മനുഷ്യൻ ഷോണിൻ്റെ പിടിയിൽ നിന്ന് കുതറി രക്ഷപ്പെട്ടു. ജനൽ വഴി പുറത്തേക്ക് ചാടിയ അയാൾ ഇരുട്ടിലേക്ക് മറഞ്ഞു. ഷോൺ ദേഷ്യത്തോടെ ജനലിനരികിലേക്ക് ഓടിയെത്തിയെങ്കിലും അപ്പോഴേക്കും അവൻ കണ്ണിൽ നിന്ന് മറഞ്ഞിരുന്നു. പക്ഷേ അവൻ്റെ പിൻകഴുത്തിലുണ്ടായിരുന്ന ആ വിചിത്രമായ ടാറ്റു, ആ രൂപം ഷോണിൻ്റെ മനസ്സിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. ആ ടാറ്റു എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നിമിഷം അവൻ ആലോചിച്ചെങ്കിലും നിദ്രയുടെ അവസ്ഥ ഓർത്തതും മറ്റെല്ലാം മറന്നവൻ വേഗം അവളുടെ അരികിലേക്ക് ഓടിയെത്തി. നിത്തു, കണ്ണു തുറക്ക്! നിത്തു! അവളുടെ കവളിൽ പതിയെ തട്ടി വിളിച്ചു. പ്രതികരണമൊന്നുമില്ലായിരുന്നു. ഷോണിൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഉടൻ അവളുടെ പൾസ് പരിശോധിച്ചു. അവൻ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു. താങ്ക് ഗോഡ്. ഉടൻ അവൻ അവളെയും കൈകളിലെടുത്ത് വരാന്തയിലൂടെ മുന്നോട്ട് ഓടി. നിദ്ര കണ്ണു തുറക്കുമ്പോൾ ആദ്യം കണ്ടത് വെളുത്ത സീലിംഗ് ആയിരുന്നു. കണ്ണുകൾക്ക് ചെറിയ മങ്ങലുണ്ടായിരുന്നു. തലയിൽ ഒരു ഭാരവും ശരീരമാകെ ക്ഷീണവും അനുഭവപ്പെട്ടു. നിത്തു! പരിഭ്രാന്തി നിറഞ്ഞ ആ ശബ്ദം കേട്ടത് അവൾ പതിയെ തല തിരിച്ചു. അരികിലിരുന്ന ഷോൺ അവൻ്റെ കണ്ണുകളിൽ ഉറക്കമില്ലായ്മയും ഭയവും ഒരുപോലെ നിറഞ്ഞിരുന്നു. അവളുടെ കൈ തൻ്റെ 2 കൈ കൊണ്ടും മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു അവൻ. ഇച്ഛായ! നിദ്രയുടെ ശബ്ദം തീർത്തും നേർത്തതായിരുന്നു. അവൾ സംസാരിച്ചതും ഷോണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷോൺ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കുറച്ചുനേരം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. അവൻ്റെ ഹൃദയമിടിപ്പ് നിദ്രയ്ക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഷോണിൻ്റെ കൈകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇച്ഛായ! നിദ്ര പതിയെ വിളിച്ചു. ഷോൺ അവളിൽ നിന്ന് അല്പം അകന്ന് അവളുടെ മുഖം 2 കൈകളിലും കോരിയെടുത്തു. നിറഞ്ഞ കണ്ണാലെ മുഖം മുഴുവനും ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. നിദ്രയുടെ കണ്ണുകളും നിറഞ്ഞു. ഇച്ഛായ, നമ്മുടെ കുഞ്ഞ്!
നമ്മുടെ കുഞ്ഞ് അത്ഭുത ശക്തിയുള്ള കുഞ്ഞാണോ? നിദ്രയുടെ വിറയുന്ന ചോദ്യം കേട്ടതും ഷോണിന്റെ മുഖം ചുളുങ്ങി. നിത്തു, നീ എന്തൊക്കെയായി പറയുന്നേ? സത്യായി ചായ. അവളുടെ ശബ്ദം വിറച്ചു. നേരത്തെ അയാള് എൻ്റെ വയറ്റിൽ ചവിട്ടാൻ കാലുയർത്തിയപ്പോൾ പെട്ടെന്ന് എൻ്റെ വയറിൽ നിന്നും ഒരു പ്രകാശം പോലെ എന്തോ പുറത്തേക്ക് വന്നു. അടുത്ത നിമിഷം അയാള് ആരോ ശക്തിയായി തള്ളിയതുപോലെ ദൂരേക്ക് തെറിച്ചു വീണു. ഷോണിൻ്റെ മുഖത്തെ ഭാവം മാറി. നിത്തു, നിനക്ക് ഉറപ്പാണോ? പേടി കൊണ്ട് തോന്നിയതൊന്നും അല്ലല്ലോ? അല്ല ഇച്ചായ, അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഞാൻ വ്യക്തമായി കണ്ടതാ. ആ പ്രകാശം ഒരു നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് അയാളെ തൊട്ടതും അയാൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് തെറിച്ചു വീണു. ഒരു നിമിഷം മുറിയാകെ നിശബ്ദത നിറഞ്ഞു. ഷോണിൻ്റെ മനസ്സിലൂടെ അന്നത്തെ സംഭവങ്ങൾ മിന്നി മറഞ്ഞു. ആശുപത്രിയിൽ നടന്ന ആ വിചിത്ര സംഭവങ്ങളും ഇന്നലെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഉണ്ടായിരുന്ന ആ രോഗി ഇന്നിപ്പോൾ നിദ്ര ആശുപത്രിയിൽ എത്തിയ നിമിഷം തൊട്ട് എന്തോ മിറാക്കിൾ പോലെ ജീവിതത്തിലേക്ക് തിരികെ വന്നതും പിന്നെ ഇപ്പം നിദ്ര പറഞ്ഞതും എല്ലാം തമ്മിൽ എവിടെയോ ഒരു ബന്ധമുണ്ടെന്ന തോന്നൽ അവനിലുണ്ടായി. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ ആ ചിന്തകളെ മനസ്സിൽ നിന്ന് തട്ടി മാറ്റി. അവൻ നിദ്രയുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തു. നിത്തു, നീ ഇത് മറ്റാരോടും പറയാൻ നിൽക്കണ്ട. ഇല്ലെങ്കിലേ ഓരോരുത്തർ നമ്മുടെ കുഞ്ഞിനെ പറ്റി ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. അവൻ സ്നേഹത്തോടെ അവളുടെ വയറിൽ കൈവച്ചു. ഇവിടെ വളരുന്നത് നമ്മുടെ പ്രാണനാണ്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം. അത്ഭുതമാണോ അല്ലയോ എന്ന് പിന്നീട് അറിയാം. പക്ഷേ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ കടമ. ഷോണിൻ്റെ വാക്കുകൾ കേട്ടെങ്കിലും നിദ്രയുടെ മനസ്സിൽ ആ നിമിഷം കണ്ട പ്രകാശം വീണ്ടും തെളിഞ്ഞു. നിതു, പ്ലീസ്, അതൊക്കെ മറന്നു കള. ഇല്ലെങ്കിൽ അത് നിന്റെ ഹെൽത്തിനെ ബാധിക്കും. ഷോൺ പറഞ്ഞത് കേട്ടതും നിദ്ര തലയനക്കി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പിന്നീട് ICUവിലെ ആ രോഗി ആരോഗ്യനില വീണ്ടെടുത്തതും അയാൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. നേഴ്സാണെന്ന് പറഞ്ഞ് തൻ്റെ അരികിലേക്ക് വന്ന ആ സ്ത്രീ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്തതോടെയാണ് തൻ്റെ ആരോഗ്യം വഷളായതെന്ന് അയാൾ വ്യക്തമാക്കി. ഷോൺ തൻ്റെ ആശുപത്രിയിലെ മുഴുവൻ നഴ്സുമാരെയും അയാളുടെ മുന്നിൽ നിർത്തി. അവരാരുമല്ല ഇത് ചെയ്തതെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് കേസ് പോലീസിന് കൈമാറി. തൻ്റെ ആശുപത്രിയിൽ വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് ഷോൺ അയാൾ മുഴുവൻ റിക്കവർ ആവുന്നതുവരെ അയാൾക്ക് സൗജന്യ ചികിത്സ നൽകി. ദിവസങ്ങളും ആഴ്ചകളും പിന്നെയും കടന്നുപോയി. നിദ്രയുടെ 7ാം മാസത്തിലെ ചടങ്ങും ഫോട്ടോഷൂട്ടും ഒക്കെയും ഭംഗിയായി നടന്നു. ഒരാഴ്ച നീളുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിനായി ദുർഘടമായ മേഘവനം എന്നൊരു മലയോര ഗ്രാമത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഷോൺ. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും ഫയലുകളും ബാഗിൽ ഒതുക്കി വെച്ചുകൊണ്ടിരുന്നെങ്കിലും അവൻ്റെ മനസ്സ് മുഴുവനും നിദ്രയിലായിരുന്നു. 7ാം മാസ ഗർഭിണിയായ അവളെ വിട്ട് ഒരാഴ്ച മാറി നിൽക്കേണ്ടി വരുമെന്ന ചിന്ത അവൻ അസ്വസ്ഥനാക്കി. ഒരു നിമിഷം ആലോചിച്ച ശേഷം ഷോൺ തൻ്റെ ഫോൺ എടുത്ത് അജുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ഷോൺ, പറയടാ. അജു പതിവ് പോലെ ഉത്സാഹത്തോടെ ഫോൺ എടുത്തു. അജു, ഒരു ഹെൽപ്പ് വേണം. എന്താടാ, നീ പറഞ്ഞാൽ മതി. ഞാൻ ഒരാഴ്ചത്തെ മെഡിക്കൽ ക്യാമ്പിന് മേഘവനത്തേക്ക് പോവുക. അവിടെ റേഞ്ച് പോലും കിട്ടുമോ എന്ന് ഉറപ്പില്ല. എടാ, ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ നിത്തുവിനെ ഒന്ന് ശ്രദ്ധിക്കണം. അവൾക്കിപ്പോൾ 7ാം മാസമല്ലേ. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അടുത്ത നിമിഷം അജുവിൻ്റെ ശബ്ദം ഗൗരവമായി. അതൊക്കെയും നീ എന്തിനാ പറയുന്നത്? നിത്തു എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയല്ലേ. നീ സമാധാനമായി പോയി വാ. ഞാൻ ദിവസവും വീട്ടിൽ പോയി അവളെ കണ്ടോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കില്ല. ഷോണിൻ്റെ മുഖത്ത് ചെറിയൊരു ആശ്വാസം തെളിഞ്ഞു. താങ്ക്സ് ഡാ. നിന്നെ അല്ലാതെ മറ്റാരെയും എനിക്ക് ഇത്ര വിശ്വസിക്കാൻ പറ്റില്ല. അജു ചെറുതായി ചിരിച്ചു. നീ വിഷമിക്കേണ്ട. പക്ഷേ ഒരു കാര്യം, നീ അവിടെ സൂക്ഷിക്കണം. ആ ഭാഗത്ത് വഴികളും കാലാവസ്ഥയും അത്ര നല്ലതല്ലെന്ന് കേട്ടിട്ടുണ്ട്. അറിയാം, ഞാൻ ശ്രദ്ധിച്ചോളാം. അജു, ഞാൻ നിന്നോട് കുറച്ച് നാളായി പറയണമെന്ന് വിചാരിക്കുന്നു. അന്ന് ഞാൻ കണ്ട ടാറ്റു, അതെനിക്ക് ആരുടെയാണെന്ന് വ്യക്തമായി മനസ്സിലായി. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ അത് അവൻ തന്നെയാ, ആ മാസ്റ്റർ. ആരാ അത്? വിറയുന്ന ശബ്ദത്തോടെ അജു ചോദിച്ചു. എന്തായാലും ഞാൻ പോയി വരാം, എന്നിട്ട് നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. ഷോണിൻ്റെ വാക്കുകൾ കേട്ടതും അജുവിൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ഡാ ഷോണെ, നിക്ക്, ആരാണെന്ന് പറഞ്ഞിട്ടെങ്കിലും പോ. ഇത്ര വലിയ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ വെക്കല്ലേ. വിറയുന്ന ശബ്ദത്തിൽ അജു അപേക്ഷിച്ചു. ഷോൺ ഒരു നിമിഷം മൗനമായി. ഇപ്പം എന്തായാലും ആ പേര് പറയാൻ പറ്റില്ല. അതും പറഞ്ഞ് ഷോൺ കോൾ അവസാനിപ്പിച്ചു. കോൾ അവസാനിച്ച ശേഷം ഷോൺ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. പതിയെ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ
ജനലരികിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി എന്തോ ആലോചിക്കുന്നത് പോലെ നിൽക്കുന്ന നിദ്രയെ അവൻ കണ്ടു. ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നെത്തിയ ഷോൺ പിന്നെ നിന്ന് മെല്ലെ അവളുടെ വയറിന് മുകളിലൂടെ കൈകൾ ചുറ്റി അവളെ തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു. ആ സ്പർശം തിരിച്ചറിഞ്ഞ നിദ്ര അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. നിത്തൂസേ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? അവളുടെ ചെവിയരികിൽ മെല്ലെ മുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ആ സ്നേഹസ്പർശത്തിൽ നിദ്രയുടെ ചുണ്ടുകളിൽ മങ്ങിയൊരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ അവളുടെ കണ്ണുകളിലെ നനവ് മാത്രം മാഞ്ഞില്ല. ഒരാഴ്ച ഇച്ചായനെ കാണാതെ എങ്ങനെയാ? എനിക്ക് ഇച്ചായനെ ശരിക്കും മിസ് ചെയ്യും. നിത്തൂസ്, ഞാൻ നിൻ്റെ ഹൃദയത്തിലല്ലേ ഉള്ളത്. പിന്നെ എങ്ങനെ എന്നെ മിസ് ചെയ്യാനാ? പിന്നെ എപ്പോഴും എന്നെ ഓർത്തിരിക്കാൻ ഏറ്റവും വലിയൊരു സമ്മാനവും തന്നിട്ടല്ലേ ഞാൻ പോകുന്നത്. അവൻ മെല്ലെ അവളുടെ നിറവയറിലേക്ക് കൈവച്ചു. നിദ്ര പതിയെ അവൻ്റെ കയ്യിൽ തൻ്റെ കൈ ചേർത്തു. അവളുടെ വിരലുകൾ അവൻ്റെ വിരലുകളോട് കോർത്തി പിടിച്ചു. ഇച്ചായ, എനിക്ക് വാക്ക് തന്നതാ, നമ്മുടെ കുഞ്ഞ് വരുന്ന നിമിഷം എൻ്റെ തൊട്ടരികിലുണ്ടാവുന്നു. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. തൊട്ടരികിൽ എന്നല്ല, ചിലപ്പോൾ നിൻ്റെ പ്രസവം എടുക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. പോടാ. അവൻ്റെ നെഞ്ചിനിട്ട് അവൾ ഒരു കടി കൊടുത്തു. ചെറുചിരിയാലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരില്ല എൻ്റെ പെണ്ണെ. പക്ഷേ അതുവരെ ഓർത്തിരിക്കാൻ എനിക്ക് എന്തൊക്കെയോ വേണം. സംതിങ് സ്പെഷ്യൽ. ഷോണിൻ്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾ കേട്ട് നിദ്ര നാണത്തോടെ അവനെ നോക്കി. എന്താ ഇച്ചായന് വേണ്ടേ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അത് നിനക്ക് തീരുമാനിക്കാം, അവൻ പറഞ്ഞു. നിദ്ര കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ അവൻ്റെ കൈ മെല്ലെ ഉയർത്തി അവൻ്റെ കൈപ്പത്തിയുടെ നടുവിൽ ഒരു ചെറിയ ചുംബനം നൽകി. ഇത് മതിയോ? അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. ഷോൺ തല കുലുക്കി. ഇല്ല, ഇതിലും സ്പെഷ്യൽ. അപ്പോൾ നിദ്ര പതിയെ അവൻ്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. ഒരു നിമിഷം അവൻ്റെ ഹൃദയമെഴുപ്പ് കേട്ടു നിന്ന ശേഷം അവൻ്റെ നെറ്റിയിൽ സ്നേഹത്തോടൊരു ചുംബനം നൽകി. ഇച്ചായ, ഈ ചുംബനത്തിൽ എൻ്റെ പ്രാർത്ഥനയും സ്നേഹവും കാത്തിരിപ്പും എല്ലാം ഉണ്ട്. എവിടെ ആയാലും ഇത് മറക്കരുത്. ഷോൺ അവളുടെ നെറ്റിയിൽ തൻ്റെ നെറ്റി ചേർത്തു. ഇതിലും വലിയ സമ്മാനം എനിക്ക് വേറെയില്ല നിത്തൂസ്. നീ കാത്തിരിക്കുന്നു എന്ന വിശ്വാസം മാത്രം മതി. എത്ര ദൂരെയായാലും എൻ്റെ ഹൃദയം എപ്പോഴും നിന്നിലായിരിക്കും. നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയി. അതുകൊണ്ട് മോളിങ്ങ് വന്ന് ഇച്ചായനൊന്ന് സ്നേഹിക്കട്ടെ. അതും പറഞ്ഞ് അവളെ പൊക്കിയെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു. അവൻ അവളെ ബെഡിൽ പതിയെ കിടത്തി. ആദ്യമായി കാണുന്നത് പോലെ അവനവളെ പ്രണയത്തോടെ നോക്കി നിന്നു. അവൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർക്കാൻ ഒരുങ്ങവേ അവൾ അവൻ്റെ ചുണ്ടിന് കുറുകെ തൻ്റെ വിരൽ വെച്ച് തടഞ്ഞു. അതെ, വയറ്റിലുള്ളത് സാധാരണ കൊച്ചല്ല. ഇതൊക്കെ കാണുന്നുണ്ടാവും കേട്ടോ. അത് കേട്ടതും ഷോൺ ചെറുചിരിയാൽ അവളുടെ വയറിലേക്ക് മുഖം ചേർത്ത് മെല്ലെ പറഞ്ഞു. ആണോടാ ചക്കരെ? കുറച്ചു നേരം എൻ്റെ പൊന്നൊന്ന് കണ്ണടച്ചോണേ. പപ്പ അമ്മയൊന്ന് സ്നേഹിച്ചോട്ടെ. എന്താ, ശരിക്കും സ്നേഹിച്ചോന്നോ? ശരി. പിന്നെ കുഞ്ഞാവേ, പപ്പ ഒരാഴ്ചത്തേക്ക് ദൂരെ പോവാ. അതുവരെ അമ്മയെ നന്നായി നോക്കണം കേട്ടോ. അധികം കുസൃതിയൊന്നും കാണിക്കരുത്. പപ്പ വേഗം തന്നെ തിരികെ വരും. ഷോൺ അത് പറഞ്ഞതും കുഞ്ഞൊന്ന് അനങ്ങി സമ്മതം അറിയിച്ചു. പിന്നെ കുഞ്ഞിൻ്റെ അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും ഷോൺ കള്ളച്ചിരിയോടെ അവളുടെ ചുണ്ടിലേക്ക് നീങ്ങി. അവളുടെ അതരങ്ങൾ മൃദുവായി നുണഞ്ഞു. അവൻ തൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവനും അവൾക്ക് പകർത്തി നൽകി. അവളുടെ കാതരികിലും കഴുത്തിലും തോളിലുമായി പ്രണയം നിറഞ്ഞ ചുംബനങ്ങൾ സമ്മാനിച്ചപ്പോൾ നിദ്ര കണ്ണുകളടച്ച് അവൻ്റെ സ്നേഹം ഹൃദയം നിറഞ്ഞനുഭവിച്ചു. അവൻ അവളുടെ സാരി തലപ്പ് പതിയെ മാറിൽ നിന്നും എടുത്തു മാറ്റി. ഗർഭകാലം അവളുടെ ശരീരത്തിന് നൽകിയ ഓരോ മാറ്റവും അവൻ അത്ഭുതവും ആരാധനയും കലർന്ന കണ്ണുകളോടെ നോക്കി. ആ മാറ്റങ്ങൾ അവൾ ഒരു അമ്മയാകാൻ പോകുന്ന മനോഹരമായ യാത്രയുടെ അടയാളമാണെന്ന് അവന് തോന്നി. അവളുടെ മാറിൽ വിഷമം കൊണ്ടിരുന്ന താലി വിരലുകളിൽ മെല്ലെ എടുത്ത് അതിന് ആദരവോടെയും പ്രണയത്തോടെയും ചുണ്ടിൽ ചേർത്തു. മാറിൻ ചുഴിയിൽ പതിയെ തഴുകിയതും അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു. ബ്ലൗസിൻ്റെ മുകളിലെ 2 ഹുക്കുകൾ പതിയെ അഴിച്ച ശേഷം അവൻ അതൊന്ന് വശത്തേക്ക് മെല്ലെ മാറ്റി. അവൻ കാണാൻ കൊതിച്ചിരുന്ന ആ കുഞ്ഞു കറുത്ത മറുക് അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞു. ആ കാഴ്ച കണ്ട നിമിഷം തന്നെ അവൻ്റെ കണ്ണുകളിൽ പ്രണയത്തോടെ തിളങ്ങി. വെളുത്തു തുടുത്ത ചർമ്മത്തിൽ വിരിഞ്ഞു നിന്ന ആ കുഞ്ഞു മറുകിന്
മുൻപത്തേക്കാളും കൂടുതൽ ഭംഗി വന്നതുപോലെ അവന് തോന്നി. ഒരു നിമിഷം അതിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാൻ പോലും അവനാകാതെ പ്രണയം നിറഞ്ഞൊരു പുഞ്ചിരിയോട് അവളെ നോക്കി നിന്നു. അവിടം മെല്ലെ ചുണ്ടമർത്തി സ്നേഹത്തിൻ്റെ മൃദുസ്പർശം നൽകി. ബാക്കി ഹുക്കുകൾ കൂടി അഴിക്കാൻ ഒരുങ്ങിയതും നിദ്ര അവൻ്റെ കയ്യിൽ പിടിച്ചു. ഒരാഴ്ചത്തേക്ക് ഓർക്കാൻ ഇതൊക്കെ പോരെ ഡോക്ടറെ? മതിയോ? ബ്ലൗസിന് മീതിയായി അവളുടെ മൃദുലതയെ അമർത്തി മുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. പതുക്കെ, എനിക്ക് വേദനിക്കുന്നു. ഇപ്പം പഴയതുപോലെയല്ല, ആ ഓർമ്മ വേണം. സോറി, ഞാനത് മറന്നു. അവൻ്റെ കണ്ണുകൾ അപ്പോഴും അവളിൽ അലയുന്നുണ്ട്. അതിനിടയിൽ ഒരു കള്ളച്ചിരിയോടെ അവളുടെ കാതിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ കയ്യിൽ ചെറുതായി അടിച്ചു. അവളുടെ നെറുകയിൽ ഒരു മുത്തം കൂടി നൽകി അവളുടെ സാരി നേരെയിട്ട് ഇരുവരും ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നിദ്ര സ്നേഹത്തോടെ വാങ്ങിക്കൊടുത്ത കറുത്ത നിറത്തിലുള്ള ഷർട്ടായിരുന്നു ഷോൺ ധരിച്ചിരുന്നത്. അവൾ സമ്മാനിച്ച വാച്ച് കൂടി കയ്യിലണിഞ്ഞ് ഒരു നിമിഷം നിദ്രയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ മെല്ലെ ചുംബിച്ച ശേഷം ഇരുവരും ഒരുമിച്ച് സ്റ്റെയർ ഇറങ്ങി. താഴെ എത്തിയ ഷോൺ ആദ്യം സാറയും ഡാനിയലിനെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞു. പിന്നെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചെങ്കിലും അവൻ്റെ കണ്ണുകൾ വീണ്ടും തേടിയെത്തിയത് നിദ്രയായിരുന്നു. രാത്രിക്ക് മുൻപ് അവിടെ എത്തും, എത്തിയ ഉടനെ വിളിക്കാം എന്ന് ഉറപ്പ് നൽകിയപ്പോൾ നിദ്രയും ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. ആ പുഞ്ചിരിക്ക് പിന്നിലെ വേർപിരിയലിൻ്റെ വേദന ഷോണിന് വ്യക്തമായിരുന്നു. അവളിൽ നിന്നും മനസ്സില്ലാ മനസ്സോടെ കണ്ണുകൾ പിൻവലിച്ച ഷോൺ കാറിൽ കയറി. ഒരിക്കൽ കൂടി എല്ലാവരെയും നോക്കി കൈ വീശിയ ശേഷം കാർ പതിയെ മുന്നോട്ട് നീങ്ങി. കാഴ്ചയിൽ നിന്ന് ആ കാർ മറയുന്നത് വരെ നിദ്ര അവിടെ തന്നെ നിന്നു. നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ യാത്ര നോക്കി നിന്നു. ബാവയെ കാണാനേ പാപ്പ പെട്ടെന്ന് തിരിച്ചു വരൂട്ടോ, അവൾ വയറിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. പതിഞ്ഞൊരു പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞെങ്കിലും മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ പറഞ്ഞറിയിക്കാനാകാത്തൊരു അസ്വസ്ഥത തലപൊക്കി. അകലെ ആകാശം കറുത്ത മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു തുടങ്ങിയിരുന്നു. തണുത്ത കാറ്റ് വീശിയടിച്ചതോടെ വീടിന് മുന്നിലെ ചെടികളുടെ ഇലകൾ ശക്തമായി ഉലഞ്ഞു. നിദ്രേ, അകത്തേക്ക് വാമോളെ, കാറ്റും മഴയും വരുന്നത് പോലെയുണ്ട്. സാറയുടെ വിളി കേട്ടതോടെ അവൾ ഒരിക്കൽ കൂടി ഷോൺ പോയ വഴിയിലേക്ക് നോക്കി. പിന്നെ മനസ്സില്ലാ മനസ്സോടെ വീടിനുള്ളിലേക്ക് നടന്നു. മലയോര പ്രദേശത്തേക്കുള്ള വളവുകൾ നിറഞ്ഞ റോഡിലൂടെ ഷോണിൻ്റെ കാർ മുന്നേറിക്കൊണ്ടിരുന്നു. കൂടെ അവൻ്റെ സഹപ്രവർത്തകരായ വേറെ 3 ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. നഴ്സുമാരടങ്ങുന്ന വേറൊരു ടീം നേരത്തെ അങ്ങോട്ട് പുറപ്പെട്ടിരുന്നു. കാറിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൽ നിദ്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മെല്ലെ ഒഴുകി. സ്റ്റിയറിങ്ങിൽ ഒരു കൈവച്ച് മറു കൈകൊണ്ട് അവൻ അവൾ സമ്മാനിച്ച വാച്ചിൽ ഒന്ന് തഴുകി. ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. മിസ് യു നിത്തൂസ്, അവൻ മെല്ലെ പറഞ്ഞു. രാത്രി 10 മണിയായിട്ടും ഷോണിൻ്റെ കോൾ വന്നില്ല. അങ്ങോട്ട് വിളിച്ച ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് മറുപടി നൽകും. അവളുടെ മനസ്സിലെ ഭാരം കൂടി വന്നു. ഉറങ്ങാതെ നിദ്ര അവൻ്റെ വിളിക്കായി കാത്തിരുന്നു. ഒടുവിൽ എപ്പോഴും അവൾ അറിയാതെ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ജനനിയുടെ വീട്ടിൽ പതിവ് പോലെ ദിവസം ഉണർന്നു. അതിരാവിലെ എഴുന്നേറ്റ് ഒരു കപ്പ് ചായയുമായി ടെലിവിഷന് മുന്നിൽ വാർത്തകൾ കാണുക എന്നത് സരോജിനി അമ്മയുടെ വർഷങ്ങളായുള്ള ശീലമായിരുന്നു. ചാനലുകൾ മാറി മാറി നോക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസ് എന്ന ചുവന്ന അക്ഷരങ്ങൾ സ്ക്രീനിലാകെ തെളിഞ്ഞത്. മേഘവനത്തിനോട് ചേർന്ന പാതയിൽ കനത്ത മഴയെയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് മലയാളി ഡോക്ടർമാർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞു. വാർത്താവതാരകയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം വീട്ടിലാകെ മുഴങ്ങി. മേഘവനത്തിൽ ഒരാഴ്ചത്തെ മെഡിക്കൽ ക്യാമ്പിനായി പോയ ഡോക്ടർമാരുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പൂർണ്ണമായും തകർന്ന നിലയിൽ വാഹനം പുഴയിൽ നിന്ന് കണ്ടെത്തി. അതോടൊപ്പം സ്ക്രീനിൽ അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ തെളിഞ്ഞു. മഴവെള്ളത്തിൽ പകുതിയോളം മുങ്ങി തകർന്നു കിടക്കുന്ന കാർ കണ്ടപ്പോൾ സരോജിനിമയുടെ നെഞ്ചിൽ ഒരു ഭയം നിറഞ്ഞു. വാർത്താവതാരക തുടർന്നു. AD ആശുപത്രിയുടെ ഉടമയും പ്രശസ്ത ഡോക്ടറുമായ ഡോക്ടർ ആഷോൺ ഡാനിയൽ, അതേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മഹേഷ്, ഡോക്ടർ സണ്ണി കുരുവിള, ഡോക്ടർ മാത്യു ഫിലിപ്പ് എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഒരു നിമിഷം നിശബ്ദത. ശേഷം വീണ്ടും ആ ശബ്ദം മുഴങ്ങി. ഡോക്ടർ മഹേഷിൻ്റെയും ഡോക്ടർ മാത്യു ഫിലിപ്പിൻ്റെയും മൃതദേഹങ്ങൾ പുഴയിൽ നിന്നും കണ്ടെടുത്തു. ബാക്കി 2 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. ശക്തമായ ഒഴുക്കും പ്രതികൂല കാലാവസ്ഥയും കാരണം ബാക്കിയുള്ള 2 പേരെ ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യത കുറവാണെന്നാണ് രക്ഷാപ്രവർത്തന സംഘവും കാലാവസ്ഥ വകുപ്പും അറിയിച്ചത്. അടുത്ത നിമിഷം സ്ക്രീനിൽ ഓരോ ഡോക്ടറുടെയും ചിത്രങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു. അവസാനം ആഷോൺ ഡാനിയലിൻ്റെ ചിത്രം തെളിഞ്ഞതും എൻ്റെ ദേവി,
വിറയുന്ന ശബ്ദത്തോടെ സരോജിനി അമ്മ നെഞ്ചത്ത് കൈവച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. TV സ്ക്രീനിൽ തുടർച്ചയായി തെളിയുന്ന വാർത്തകളിലേക്ക് അവർക്ക് പിന്നീട് നോക്കാനായില്ല. എൻ്റെ കുഞ്ഞെ എന്ന് ചുണ്ടുകൾ വിറച്ചുകൊണ്ട് അവർ മുറുമുറുത്തു. അതേ നിമിഷം അകത്തെ മുറിയിലെ ജനാല ശക്തമായ കാറ്റിൽ ഒരൊറ്റ ശബ്ദത്തോടെ അടഞ്ഞു. ആ ശബ്ദത്തിൽ വീടാകെ ഒരു നിമിഷം നിശബ്ദമായി. മുറിയുടെ മൂലയിലുണ്ടായിരുന്ന വർഷങ്ങളുടെ പഴക്കമുള്ള മരഷെൽഫ് ചെറുതായി വിറച്ചു. അതിൽ സൂക്ഷിച്ചിരുന്ന പഴയ ആൽബങ്ങൾക്കും പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് പൊടി പിടിച്ച ഒരു പുസ്തകം താഴേക്ക് വഴുതി വീണു. കാറ്റിൻ്റെ ശക്തിയിൽ അതിൻ്റെ കവർ പതിയെ തുറന്നു. അതിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നത് ഇതായിരുന്നു: മുല്ല. വീണ്ടും ഒരു കാറ്റ് വീശി. പുസ്തകത്തിൻ്റെ അടുത്ത പേജ് സ്വയം മറഞ്ഞു. അതിൽ ഒരൊറ്റ വാക്ക് മാത്രം: ആര്യമുല്ല. ആ പേര് മുറിയിലെ നിശബ്ദതയെ പോലും ഭേദിച്ചു പോയതുപോലെ തോന്നി. കാറ്റ് വീണ്ടും വീണ്ടും താളുകൾ മറിച്ചുകൊണ്ടിരുന്നു. ഓരോ പേജും മറിയുമ്പോഴും വർഷങ്ങളായി മറഞ്ഞു കിടന്ന ഒരു കഥ വീണ്ടും വെളിച്ചത്തിലേക്ക് വരാൻ ഒരുങ്ങുന്നത് പോലെ. ആ പുസ്തകത്തിൻ്റെ അവസാന താളുകൾക്കിടയിൽ മഞ്ഞ നിറം പിടിച്ച ഒരു പഴയ ഫോട്ടോ പതിയെ പുറത്തേക്ക് വഴുതി വീണു. ആ ഫോട്ടോയിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു യുവാവിൻ്റെ മുഖം. താഴെ മങ്ങിപ്പോയ മഷിയിൽ എഴുതിയിരുന്നത്: ആര്യമുല്ല. കാലം മായ്ച്ചു കളയാൻ ശ്രമിച്ചിട്ടും മായാതൊരു പ്രണയത്തിൻ്റെ കഥ.